ഹലോ, എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജീവിക്കുന്നത് സൗരയൂഥത്തിലെ ഗോൾഡിലോക്സ് സോൺ എന്നറിയപ്പെടുന്നൊരിടത്താണ്. ഇവിടെ അധികം ചൂടില്ലാത്തത് കൊണ്ട് വെള്ളം മുഴുവൻ ആവിയായി പോകുന്നില്ല. അതുപോലെ വല്ലാതെ തണുപ്പില്ലാത്തത് കൊണ്ട് വെള്ളം ഫ്രീസായി പോകുന്നുമില്ല. ഇനി നിങ്ങളൊരു ബഹിരാകാശ സഞ്ചാരിയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ വലിയ ഉരുണ്ട പാറക്കല്ലായിരിക്കും നിങ്ങളുടെ വീട്. എന്നാൽ പെട്ടെന്നൊരു നിമിഷം നമ്മുടെ ഈ വീടിന് ഒരു മാറ്റം വന്നാലോ? ഭൂമിയുടെ വലിപ്പം ഇരട്ടിയായി എന്ന് കരുതുക. സാന്ദ്രത അഥവാ ഡെൻസിറ്റിയിൽ മാറ്റമൊന്നും ഇല്ലെന്നും വിചാരിക്കുക. അങ്ങനെ വന്നാൽ ഭൂമിയുടെ മാസ് വർദ്ധിക്കും. ഇത് കാര്യങ്ങളെ എങ്ങനെ മാറ്റും? ഒന്നാമതായി, ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റി വളരെ വ്യത്യസ്തമായിരിക്കും. ഭൂമിയുടെ മാസ് 8 ഇരട്ടിയായി വർദ്ധിക്കും. അതോടെ ഇവിടെയുള്ള ഗുരുത്വാകർഷണ ശക്തി ഇപ്പോഴുള്ളതിനേക്കാൾ 2 ഇരട്ടിയാകും. അതിനാൽ നിങ്ങളൊരു തൂക്കമളക്കുന്ന സ്കെയിലിൽ ചവിട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഴയതിനേക്കാൾ ഇരട്ടി ഭാരം അനുഭവപ്പെടും. നിങ്ങൾക്ക് നടക്കാൻ കൂടുതൽ പ്രയാസമാവുകയും വളരെ എളുപ്പത്തിൽ ക്ഷീണിക്കുകയും ചെയ്യും. വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യന്റെ എല്ലുകൾ, പ്രത്യേകിച്ചും കാലുകളിലെ എല്ലുകൾ, ഈ വർദ്ധിച്ച ഭാരം താങ്ങാൻ വേണ്ടി കൂടുതൽ ബലമുള്ളതാകേണ്ടി വരും. അതിനിടെ മരങ്ങൾ തകർന്നു വീഴാൻ തുടങ്ങും. അവയുടെ സ്ഥാനത്ത് വളരുന്ന പുതിയ മരങ്ങൾക്ക് അത്രയും ഉയരം വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു മരത്തിന് എത്രത്തോളം വളരാൻ കഴിയും എന്നതിന് ഒരു പരിധിയുണ്ട്. ഏകദേശം 400 അടിയോ അതിനടുത്തോ ആണത്. ഈ പരിധി നിശ്ചയിക്കുന്നത് ഗുരുത്വാകർഷണമാണ്. കാരണം മരത്തിന് എത്രത്തോളം ഉയരം കൂടുന്നുവോ അത്രത്തോളം കൂടുതൽ ഊർജം അതിന്റെ വേരുകളിൽ നിന്ന് മുകളിലേക്ക് വെള്ളം എത്തിക്കാൻ ആവശ്യമായി വരും. പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസിലൂടെ മരം നേടുന്ന ഊർജമാണത്. വെള്ളം എത്തിക്കാനെടുക്കുന്ന ഊർജത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് വളർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വളർച്ച നിൽക്കും. ഭാഗ്യവശാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുമെങ്കിലും ചന്ദ്രനെ തകർക്കാൻ അത് മതിയാകില്ല. അത് സംഭവിക്കണമെങ്കിൽ ചന്ദ്രൻ ഭൂമിയുടെ റോഷി പരിധിക്കുള്ളിൽ വരണം. വേലിയേറ്റ ബലങ്ങളാൽ തകർന്നു പോകാതെ ചന്ദ്രന് ഭൂമിയോടടുക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഇത്. ചന്ദ്രൻ ഭൂമിയുടെ കൂടുതൽ അടുത്തെത്തുമ്പോൾ അതിനെ ഒരുമിച്ച് നിർത്തുന്ന ഗുരുത്വാകർഷണം ഈ പ്രപഞ്ചത്തിലെ പിടിവലി കാരണം മറികടക്കപ്പെടുന്നു. ഇതിലൂടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ചന്ദ്രനെ ചിന്നിച്ചിതറിക്കും. അത് നമുക്ക് ശനിയുടേതുപോലുള്ള ഒരു വലയം നൽകും. മാത്രമല്ല, ഭൂമിയുടെ മാസ് കൂടുംതോറും ചൂടും കൂടും. ഭൂമിയുടെ ഉള്ളിൽ അസ്ഥിരമായ മൂലകങ്ങൾ കൂടുമ്പോൾ ആ ചൂട് ഉപരിതലത്തിലേക്കെത്തും. ഇതിന്റെ ഫലമായി ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ പോട്ടെ, ഒരു നിമിഷം ചിന്തിക്കൂ. പരിധികളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും ജീവിക്കാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ നിങ്ങൾ എവിടെ പോകും? എന്തുകൊണ്ട്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ കാണാം. ടാറ്റാ. മനസ്സിലായല്ലോ അല്ലേ?